എന്നെ പഠിപ്പിക്കാൻ വരരുത്. ശാസ്ത്രീയമായ കൃഷി രീതികള് വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയവനാ ഞാൻ. 3 അടി താഴ്ച 2 അടി വീതി, അങ്ങനെ കുഴിയെടുക്കാവൂ. അതിനിപ്പോ സ്കെയിലും ടേപ്പും വെച്ച് അളന്ന് കുഴിയെടുക്കാൻ പറ്റുമോ കൊച്ചുങ്ങന്നേ? ഞങ്ങൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയാണോ? എന്ന് വെച്ചാ ഞാനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയാണെന്നല്ലേ? ശരിയാവില്ല, നമ്മൾ തമ്മിൽ ശരിയാവില്ല. ചൂടാകല്ലേ കൊച്ചക്കുന്നേ? 3 അടി വീതി 2 അടി താഴ്ച ഏറ്റു. ഡൗമാരാ, നീ ആ തേക്കടയിൽ പോയി ടേപ്പിച്ച് മാറ്റല്ലോ. ഒറ്റ മനുഷ്യന് മണ്ണിനോട് സ്നേഹമില്ല. അതെ, നിർത്ത്. അതെ, ഒരു ജോലി ചെയ്യുമ്പം ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം. ഇങ്ങനാണോ നിലകൊഴുകുന്നത്? പിന്നെ എങ്ങനെ? വരമ്പിനോട് ശരിക്ക് ചേർത്ത് പിടിക്കണം. ഇതിപ്പോ ആ ഭാഗത്ത് കൾട്ടിവേറ്റർ തട്ടുന്നില്ല, അതായത് ആ ഭാഗത്ത് മണ്ണ് ഇളകുന്നില്ല. ഇളകാത്ത മണ്ണിൽ എങ്ങനെ വിത്തിന് വേര് പിടിക്കുക? ഇതിൽ കൂടുതൽ ചേർക്കാൻ പറ്റില്ല സാറേ. നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറയാ. ഇറങ്ങ്, ഞാൻ കാണിച്ചു തരാം. ഇറങ്ങ്. കൊച്ചങ്ങന്നേ, ആകെ കുഴപ്പമായി. എന്തേ? ഒന്ന് നിൽക്ക് വന്നാട്ടെ. നാട്ടുകാർ മുഴുവൻ നമുക്കെതിരാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അറിഞ്ഞൂടാ. ബ്ലോക്ക് ഓഫീസർക്ക് ഉടനെ കാണണമെന്ന്. എന്നെ? പിന്നെ അല്ലാണ്ട് എന്നെയോ? കയ്യോടെ പിടിച്ചുകൊണ്ടല്ലാണ്ടും പറഞ്ഞു പിയൂൺ അയച്ചിരിക്കുക. ഭാഗ്യത്തിന് വഴിയിൽ വെച്ച് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ആളെ ഞാൻ ഹാജരായിക്കൊള്ളാന്ന്. ഹാജരാക്കാൻ ഞാൻ എന്താ കൊലപ്പുള്ളിയോ മറ്റാണോ? അതല്ലാന്ന്, അയാൾ വന്ന് കൂട്ടിക്കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ കാണുന്നവർക്ക് എന്ത് തോന്നും? കൂട്ടുകൃഷിക്ക് നമ്മൾ എതിരാന്ന് പറഞ്ഞാൽ പലർക്കും പിടിച്ചില്ല. സൂട്ടും കോട്ടും ഇട്ട് നടക്കേണ്ട 1-ാം തരം പണി കളഞ്ഞിട്ട് പാടത്ത് പണിക്ക് ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് ഞാൻ പറഞ്ഞതല്ലേ. കുടുംബത്തിൽ ആളില്ലാത്തതുകൊണ്ടാണ് എഞ്ചിനീയർ പണി കളഞ്ഞതെന്ന് ഞാൻ. എഞ്ചിനീയർക്ക് എന്താ കൃഷിപ്പണി ചെയ്താൽ കൊള്ളില്ലേ? അതെന്നല്ലേ ഞാനും ചോദിക്കുന്നത്. പിന്നെ ഈ അസൂയ കെൻഡറിനോ പരാമർശം അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഡയറി ഫാം, തേനീച്ച വളർത്തല്, മീൻ വളർത്തല്, ഇതൊന്നും ചിലർക്ക് അത്ര പിടിച്ചില്ല. ഇത്തവണ കർഷകശ്രീ അവാർഡ് കൊച്ചങ്ങനെ കിട്ടുമെന്നുള്ള പേടിയാ. അതിന് ബ്ലോക്ക് ഓഫീസർ വിളിപ്പിക്കുന്നത് എന്തിനാ? ഇവരൊക്കെ ചെന്ന് വല്ല കുതന്ത്രങ്ങൾ ഒപ്പിച്ച് കാണുന്നേ. നമുക്ക് പറയാനുള്ള ധൈര്യമായിട്ട് എന്ന് പറയാം. എന്നിട്ട് അതിന് വല്ല നടപടി എടുക്കാൻ എടുക്കട്ടെ. നടപടി? ആ, എന്തിന്? അല്ല, സർക്കാർ കാര്യല്ലേ, ഒരു നടപടി എടുക്കാൻ പ്രത്യേകിച്ച് വല്ല കാരണം വേണം. എന്റെ അടുത്ത് ആരുടെ ഒരു കളിയും നടക്കില്ല. അവിടെ ചെന്ന് അടിപിടി ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അത്താഴം മുടക്കാൻ മൂർക്കം പാമ്പ് അടിച്ചാലും മതിയായി.